കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സ്ലിറ്റഡ് പാറ്റേണിന്റെ 3-piece സെറ്റ് കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പാനൽ കട്ട് അനാർക്കലിയുടെ 3-piece സെറ്റ് ആട്ടോ. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് വന്നേക്കുന്നതാണ്. 3 ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഒരു ലൈറ്റ് ഒരു പിങ്ക് ആൻഡ് ഓണിയൻ പിങ്കിന്റെ കോമ്പിനേഷൻ ഉണ്ട്, ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡിലേക്കുണ്ട്, ഒരു പീച്ച് ഷെയ്ഡിലേക്കുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 പാനൽസിന്റെ അനാർക്കലിയാണ്. അതായത് നമ്മുടെ ഏറ്റവും ടോപ്പ് തൊട്ടിട്ട് താഴെ ഹെംലൈൻ വരെ വരുന്ന പാനൽ കട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഫിറ്റിങ്ങും കാര്യങ്ങളുമാണ്. നമ്മുടെ അനാർക്കലിയുടെ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് മീഡിയം സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ സൈസ് ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണം കേട്ടോ. ടോപ്പ് വന്നേക്കുന്നത് വിത്ത് 1 സൈഡ് പോക്കറ്റ് ഒക്കെ ആയിട്ടാണ്. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം അത്രയും ഫ്ലേയേഴ്സ് വന്നേക്കുന്നുണ്ട്. ഇതിങ്ങനെ നല്ല ഒതുങ്ങി കൂടി കിടക്കുന്നതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ബോട്ടം വന്നേക്കുന്നത് സ്ട്രേറ്റ് കട്ട് പാറ്റേണിലേക്കാട്ടോ. ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് ബോട്ടത്തിൻ്റെ സെയിം കൈൻഡ് ഓഫ് ആ ഒരു 6 ആക്ട് പ്രിന്റുകളാണ് വന്നേക്കുന്നത്. ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. പ്രൈസ് നമ്മൾ വന്നേക്കുന്നത് 1890 ആണ്, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലേക്കും. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മുടെ ഒരു പീച്ച് കളറിലേക്കാട്ടോ. ലൈറ്റ് ആൻഡ് ഒരു ഡാർക്ക് ഒരു പീച്ചിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് കുറച്ചൊരു പിങ്ക് കളറും കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു ലേസ് വർക്കാണ്. നെക്ക് ലൈൻ്റെ ഇതിലേക്ക് ഒരു വി ഷേപ്പിലേക്ക് കൊടുത്തേക്കുന്നത്. ഇവിടേക്കായിട്ട് പിൻഡെക്സും വന്നിട്ടുണ്ട്, കുഞ്ഞൊരു ഹാങ്ങിയും ഉണ്ട് കേട്ടോ. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കായിട്ടും കൂടെ നല്ലൊരു ലേസ് വർക്ക് വന്നിട്ടുണ്ട്. ബോട്ടത്തിൻ്റെ പാച്ച് സ്ലീവിൻ്റെ എൻ പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഹെം ലൈനിലേക്കും സെയിം തന്നെ ബോട്ടത്തിൻ്റെ പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സിമ്പിൾ ആണെന്നാൽ നമുക്കൊരു കാഷ് വിയർ ആയിട്ടോ ഈവൻ ഒരു സെമി ഒരു പാർട്ടി വെയർ ആയിട്ടാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് കോട്ടൺ വിയർ ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് പറഞ്ഞാൽ ലൈറ്റ് ഒരു ബ്ലൂ കളറിലേക്കാട്ടോ. അപ്പോൾ ഇത് 3 എണ്ണത്തിൻ്റെ തന്നെ ബേസ് ആയിട്ട് വന്നേക്കുന്ന കളർ എന്ന് പറയുന്നത് ഒരു ഷെയ്ഡഡ് കൈൻഡ് ഓഫ് ഒരു പ്രിന്റുകളാണ് വന്നേക്കുന്നത്. അതിനകത്തേക്കാണ് കുറച്ചൊരു ഡാർക്കർ ആയിട്ട് വന്നേക്കുന്ന കളേഴ്സിൻ്റെ പ്രിന്റുകൾ വന്നേക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്ന ഒരു ഗ്രേയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന കൈൻഡ് ഓഫ് പ്രിന്റുകളാണ്, 6 ആക്ട് പ്രിന്റുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് നമ്മൾ വന്നേക്കുന്നത് 1890 റേറ്റിലേക്കാണ്. ടോപ്പ് ലെങ്ത് വരുന്നത് 49 to 50 ഇഞ്ചസിലേക്കാട്ടോ. ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് 39 ഇഞ്ചസിലേക്കാണ്. ഒരു സ്ട്രെയിറ്റ് കട്ടിലേക്കുള്ള ബോട്ടം.